കന്യാകുമാരനെ കഴിഞ്ഞു. ഇനി ഇളയ മകളാണ് ദേവകി. ദേവകിക്ക് വിവാഹപ്രായം ആയിട്ടില്ല. പണ്ടൊക്കെ കല്യാണം കഴിക്കുന്നത് കുട്ടിയിലെയാണ്, ബാലവിവാഹം നടക്കും ചെറിയ പ്രായത്തിൽ. അപ്പോൾ വസുദേവർ മഹാത്മാവായതുകൊണ്ടും 6 സഹോദരിമാർ അവിടെ ഉള്ളതുകൊണ്ടും ദേവകിയെ അദ്ദേഹത്തിന് തന്നെ കൊടുക്കാൻ നിശ്ചയിച്ചതുകൊണ്ടും ഇനിയിപ്പോൾ വയസ്സൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഗംഭീരമായിട്ട് വിവാഹമൊക്കെ നടത്താൻ തീരുമാനിച്ചു. നോക്കട്ടെ, 10-12 വയസ്സായ ചെറിയ പെൺകുട്ടിയാണ് ഈ ദേവകി. ഗംഭീരമായി കൊട്ടാരത്തിൽ വെച്ച് രാജകീയമായ പരിവേഷത്തോടു കൂടിയിട്ട് ആ വിവാഹം ഒരു ഉത്സവമായിട്ട് നടത്താൻ തീരുമാനിച്ചു കംസൻ. ആ സമയത്ത് കംസൻ ആലോചിച്ചു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മകളെമാതിരി ഞാൻ വളർത്തിയ എൻ്റെ ആ അരുമ സഹോദരിയല്ലേ ഈ ദേവകി. അപ്പം എൻ്റെ വക കാര്യമായിട്ട് അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. ഒരു തങ്കത്തേര്, സ്വർണം കൊണ്ടൊരു തേരുണ്ടാക്കിയിരുന്നു അദ്ദേഹം. ആ തേരെടുത്ത് കൊണ്ടിരിച്ചു. എന്നിട്ട് അലങ്കാരം ചെയ്ത ആ തേരിൽ വസുദേവനെയും ദേവകിയെയും ഇരുത്തി. ഈ തേര് എൻ്റെ വക സമ്മാനം. സൈന്യം പോണ വലിയ പോണത്, സമ്മാനങ്ങൾ കൊടുത്തവരും തോഴിമാരും പിന്നെ ബന്ധുക്കളും ഒക്കെ ഉണ്ടല്ലോ, എല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോയി ഒരു 4 കൂടി കവലയിലെത്തി, ഒരു ജംഗ്ഷനിലെത്തി. അപ്പണ്ട് ആകാശത്തുനിന്ന് ഇടിമുഴങ്ങും പോലെ ശബ്ദം. കംസൻ ശ്രദ്ധിച്ചു. കംസനോടാ പറയണത്. പതിപ്രഗ്രഹിണം കംസമാഭാഷ്യാഹ അശരീരവാക്. ഒരശരീരി കേട്ടു കംസൻ. എന്താ അത്? കംസനോട് പറയാ, അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹന്താം യാം വഹസേ അബുധ. അബുധ, അജ്ഞാനി, മൂഢ, ആരെയാണോ നീ ഇത്ര സ്നേഹത്തോടെ വാത്സല്യത്തോടെ തേരിൽ കയറ്റി കൊണ്ടുപോകുന്നത്, അവൾക്കുണ്ടാവുന്ന 8ാമത്തെ കുട്ടി നിൻ്റെ അന്തകനാകും. ഇത് കേട്ടതും എൻ്റെ അന്തകൻ, ഇവളുടെ കുട്ടി എന്നെ കൊല്ലുമെന്ന് അല്ലേ പറഞ്ഞത് ഇപ്പോൾ ചുരുക്കത്തിൽ. ഇത് കേട്ടതും കംസൻ്റെ സഹോദരി സ്നേഹമൊക്കെ മനസ്സിൽ നിന്ന് പമ്പ കടന്നു.